ശങ്കര അണ്ണന്റെ ഗെയിം ചേഞ്ചർ. സോ ഒരു കാലത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിക്ക് ബ്രഹ്മാണ്ഡം എന്താണെന്ന് കാണിച്ചെന്ന മുതലാണ് ഇപ്പോഴും 2013 തെങ്ങിന്റെ മുകളിൽ നിൽക്കുകയാണ്. കൂടെ നമ്മുടെ ജയറാമേട്ടനും ഉണ്ട് കേട്ടോ. അപ്ഡേഷൻ പറയുന്ന സാധനം സീറോ എന്ന് വേണമെങ്കിൽ പറയാം. എഗെയിൻ ശങ്കരൻ ഓൺ ദ കോക്കനട്ട് ട്രീ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഗെയിം ചേഞ്ചർ സിനിമ എങ്ങനെയുണ്ടെന്ന് ഈ ആദ്യത്തെ ഒരു ഇൻട്രോ ഉണ്ട് രാംചരന്റെ. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പടത്തിന്റെ നിലവാരം എങ്ങനെയാണെന്ന്. ഒരു റെയിൽ പാളത്തിൽ കുറെ എണ്ണത്തിനെ കെട്ടിയിട്ടുണ്ടാവും. നമ്മുടെ അണ്ണൻ എങ്ങനെ വന്ന് രക്ഷിക്കുമെന്ന് അറിയും. ഒരു ലുങ്കിയും ബനിയനൊക്കെ ഇട്ട് ഒരു ഹെലികോപ്റ്റർ വന്ന ഹെലികോപ്റ്ററിന് തൂങ്ങി ഇറങ്ങി ഒരു വാളെടുത്ത് വെട്ടിയിട്ടൊക്കെ പോയിട്ട് അത് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഈ സിനിമയുടെ നിലവാരം എന്താണ്. അത് മാത്രമല്ല കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ ആരെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ ദേഷ്യം മാറാൻ തുപ്പ് പറയാൻ വേണ്ടി പറഞ്ഞു നടക്കുന്ന ഒരു നായിക, കോമാളിത്തരത്തിന്റെ എപ്പിട്ടോം കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ജയറാമേട്ടൻ. അതേപോലെ തന്നെ വേറൊരു ക്യാരക്ടർ ഉണ്ട്. ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല, ഇങ്ങനെ നിന്ന് സംസാരിക്കുള്ളൂ. ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് എന്താ വ്യത്യാസം എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. സോ ഇതെന്നൊക്കെ മനസ്സിലാക്കാൻ ശങ്കർ എത്രത്തോളം താഴെയാണ് കിടക്കുന്നത്, അങ്ങനെ സ്റ്റാൻഡേർഡ് ഇപ്പൊ എന്താണെന്നുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ അഞ്ജലി ഉണ്ട് ഈ സിനിമയിൽ. അഞ്ജലിയാണെന്ന് വെച്ചാൽ ആരെയും മുഖത്ത് നോക്കില്ല. ഇപ്പൊ സ്വന്തം മകനാണ് അടുത്ത് വന്നത് പോലെ അഞ്ജലിക്ക് അറിയില്ല, കാരണം അഞ്ജലി മുഖത്ത് നോക്കില്ല. നവീൻ ചന്ദ്രയാണ് ഈ സിനിമയിൽ ഒരു വില്ലൻ. യൂഷ്വലി നവീൻ ചന്ദ്രയുടെ സിനിമകൾ വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനമായിരിക്കും. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നായകന്റെ തല്ലു കൊള്ളാൻ വേണ്ടിയിട്ട് ഒരു തല്ലുകൊള്ളി. പരസ്പരം ഒരു സീനും വേറൊരു സീനും തമ്മിൽ ഒരു ബന്ധം പോലും ഇല്ല. ഇപ്പൊ രാവിലെയാണെന്ന് വെച്ചാൽ